ഹായ് ഡീസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. രാവിലെ തന്നെ എവിടേക്ക് ഈ തൂമ്പ് ഇങ്ങോട്ടേക്ക് ആയിട്ടില്ല. അപ്പോൾ വേറെ അങ്ങോട്ടും അല്ല കേട്ടോ, ഇങ്ങോട്ടായിട്ട് വന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയതിൻ്റെ പിന്നാലെ എൻ്റെ വാല് പോലെ നമ്മുടെ കുട്ടിക്കുരുമ്പി ഉണ്ടാവില്ല, അതിന് സ്വാഭാവികമാണല്ലോ. അപ്പോൾ പതിവ് തെറ്റിക്കാതെ അവള് കൂടെ വന്നിട്ടുണ്ട്. എന്ത് പന്നാ അമ്മ എടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തൂമ്പയും കൊട്ടയൊക്കെയായിട്ട് വന്ന് വേർന്നത് നമുക്ക് കുറച്ച് മണ്ണെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇടിച്ചിൽ പോലെ ഉണ്ട്, അതായത് അത്യാവശ്യം നല്ലൊരു തിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മണ്ണുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സ്പ്രിംഗ്ലറിന് നമ്മുടെ ഏലും അതുപോലെ ഈ ഒരു ഭാഗത്തുള്ള വിളകളെല്ലാം നല്ല അടിപൊളിയായിട്ട് നനയ്ക്കുന്നതുകൊണ്ട് നന്നായിട്ട് മണ്ണ് ഒരു ലൂസായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് പൊടിയായിട്ട് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ വേണ്ടി വരും. അങ്ങനെ തറഞ്ഞു കിടക്കുവാണെങ്കിൽ നമുക്ക് ചെത്തി എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. സഹായി ഇതാ കൊട്ടയൊക്കെ എടുത്തിട്ട് ഇതാ ഫ്രണ്ടിൽ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടോ അവളെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിത് മണ്ണെടുക്കാൻ പോകണം. പിന്നെ ഇതാ നല്ലൊരു തണുത്തൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇന്നൊരു വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് മൊത്തം ഒരു തണുത്തൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ചായയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് മണ്ണെടുക്കാൻ വേണ്ടി. അപ്പോൾ മണ്ണെടുക്കുന്നത് എന്തിനാണെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വഴിയെ കാണാം. നമ്മുടെ പുതിയ വിശേഷങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ കൊട്ടയും അതേപോലെ തന്നെ പണി ആയുധങ്ങളെല്ലായിടത്തും നമ്മൾ നേരിട്ട് മണ്ണെടുക്കാനുള്ള ഒരു സ്ഥലത്തിലേക്ക് പോകാറ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് സ്പ്രിംഗ്ലർ ഉണ്ട്, നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഇന്നലെ നൈറ്റ് ഫുള്ള് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് നനഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് പോയി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്പ്രിംഗ്ലർ എടുത്തിട്ട് നമുക്കിനി ബാക്കി നനയാത്ത ഭാഗങ്ങളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും കുറച്ച് അങ്ങോട്ടേക്ക് ഇട വയ്ക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു പണി കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പോയിട്ട് മണ്ണെടുക്കാം. ഫുള്ള് കറങ്ങിയതുകൊണ്ട് ഇന്ന് റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ആശാനം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നനയാത്ത ഏരിയ നോക്കിയിട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട്, പിന്നെ ഇതെന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കറങ്ങി ആ ഒരു ഏരിയ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് നനയിലപ്പോൾ നനയുന്നതിൻ്റെ റിസൾട്ടാണ് ഈ ഒരു മുളച്ച് വരുന്ന ഓരോ പുതുതായിട്ട് വരുന്ന ഓരോ മുളകളൊക്കെ നോക്കി ഇതിലൊക്കെ അടുപ്പിച്ച് ഇതാ കുറച്ച് മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടിയിലെ കൂടെയൊക്കെ നമ്മൾ നന്നായിട്ട് ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഈ വർഷം ചെയ്ത് കൊടുത്തതാണേ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേൽഭാഗത്തായിട്ട് കുറച്ച് പുല്ലുണ്ടല്ലേ, അതായത് ഇത് ബ്ലോക്ക് പുല്ലാണ്. നമ്മുടെ പശു ഉണ്ടായിരുന്ന ടൈമിൽ നമുക്ക് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ലിന് വേറെ അന്വേഷിച്ച് പോകുന്നത് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെട്ടിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് അങ്ങനെ നട്ടതാട്ടോ. ഇപ്പോൾ എന്തായാലും നമുക്ക് പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പശു വളർത്തുന്ന വേറെ ആൾക്കാരൊക്കെ വന്ന് വെട്ടിപ്പോകാറുണ്ട്. പിന്നെ നമുക്ക് മാമനും പശു ഉണ്ടല്ലോ, അപ്പോൾ ആളും വന്നിട്ട് വെട്ടാറുണ്ട്. അപ്പോൾ മേളിലൊക്കെ ഇപ്പോൾ നല്ല നന ചെല്ലുന്തോറും പുല്ലും നന്നായിട്ട് വീഴുമല്ലോ. അപ്പോൾ ഈ ഒരു പുല്ലൊക്കെ നോക്കി നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ പുല്ലൊക്കെ. എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിതാ ഈ ഒരു ഭാഗത്ത് എടുക്കാനായിട്ട് ഞാൻ പോകുന്നത്. മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്, ഒരു തണുപ്പൊക്കെ മണ്ണിനുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് കല്ലൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പിന്നെ നമുക്ക് എല്ലാവരുടെയും പോയിട്ട് അങ്ങനെ മണ്ണെടുക്കാമെന്ന് പറയുക. കാരണം ഇവിടെ മൊത്തത്തിൽ നമ്മൾ ഓരോന്നൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരും അങ്ങനെ മണ്ണെടുക്കാനായിട്ട് കളക്റ്റാണെന്ന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. അപ്പോൾ ഇവിടെ പുല്ലുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് നമുക്ക് ഈ പുല്ല് നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഒരു പുല്ല് മൊത്തമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് പുല്ലൊന്നും വേണ്ട, നമുക്ക് മണ്ണ് മാത്രം മതിയല്ലോ. എന്തൊക്കെയോ വേരുകൾ, വലിയ മരങ്ങളൊക്കെ ഇതിൻ്റെ മേളിൽ കൂടി ഉണ്ട്, നമ്മൾ കൊടി നട്ടതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേരുകൾ നല്ല ആഴത്തിൽ പോയിട്ടുണ്ടേ. ഇന്നലേക്ക് ഈ സമയത്തേക്ക് നല്ല വെയിലായിരുന്നു, നല്ല പൊള്ളുന്ന വെയിലായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ, ഒരു മൂടിയ ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ. തണുപ്പാട്ടോ, പൊതുവെ നല്ല തണുപ്പായിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും കാട് പറിക്കാന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകും. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശിച്ച പണി ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റാം. അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണെടുക്കുന്ന ആ ഒരു ഏരിയ ഭാഗം മാത്രം നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് ഈ ഒരു കൊട്ടയിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു കൊട്ട മതിയാവില്ല, കുറച്ചുകൂടി വേണ്ടി വരും. നമുക്ക് എന്തായാലും ആദ്യം കുറച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വരാമല്ലോ. ഒരു വലിയ കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അടിയിൽ വേറെ ഉണ്ട് കേട്ടോ കല്ലുകൾ, ചെറുതും വലുതുമായിട്ടൊക്കെ. ആ ഒരു മേളത്തെ കല്ലുകളൊക്കെ മാറ്റിയപ്പോഴത്തേനും പിന്നെ അടിയിലേക്ക് നല്ല പൊടിയായിട്ട് നല്ല നൈസായിട്ടുള്ള മണ്ണ് നമുക്കിതാ ഒരു കൊട്ടം നമ്മളിതാ ഇതേപോലെ കോരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണെന്ന് പറയുമ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണും കൂടി ആയതുകൊണ്ട് നമ്മുടെ തൂമ്പയ്ക്ക് ഓരോ കൊത്തു കുത്തുമ്പോഴത്തേനും അടിപൊളിയായിട്ട് നമ്മുടെ ഞാനുള്ളിയും കൂടി കാണുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മണ്ണിര ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ അവിടെ ഞാനുള്ളൊന്നും പറയാറുണ്ട്. അപ്പോൾ തന്നെ മണ്ണിര എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ പേർക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓരോന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്കിത് കൊണ്ടുപോയി അങ്ങോട്ട് ഇട്ടിട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് നമുക്ക് ആവശ്യമനുസരിച്ച് കൊണ്ടുപോകാം കേട്ടോ.
അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മണ്ണുമായിട്ട് നമുക്കിത് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി നേരത്തെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡയാനേനെ അയച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡയാനയുടെ പുറകെ കളിച്ചുകൊണ്ട് നടക്കുന്നു കേട്ടോ. ആളങ്ങനെ ഉപദ്രവകാരിയൊന്നും അല്ല കേട്ടോ ഡയാന, അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരും കേട്ടോ, കാരണം നാളെ ഇത് നമുക്ക് തികയില്ല. ഒരു കൊട്ട എന്തായാലും ഇനി വേണ്ടി വരും. അപ്പം നമുക്ക് ഇതുമായിട്ട് നേരെ പോട്ടെ. നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു മണ്ണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊട്ടിയിടാം. അതാ ആ ഒരു മണ്ണൊക്കെ നമ്മൾ അവിടെ കൊട്ടി വെച്ചതാ വീണ്ടും അടുത്ത സെക്ഷൻ മണ്ണെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കല്ല് മാറ്റിയിട്ട് നമുക്ക് ഒരു മണ്ണ് മാത്രമായിട്ട് ഒരു വർഷം കൂടി ഒന്ന് കൊണ്ടുപോകാം. ചില കല്ലൊക്കെ നമ്മളിങ്ങനെ തൂമ്പ് വെച്ചിട്ട് ഇങ്ങനെ കളയ്ക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല മണ്ണ്, അതായത് നല്ല മണ്ണിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കല്ലുള്ള മണ്ണാട്ടോ. ഈ ഉള്ളിലേക്ക് കളിക്കുമ്പോൾ നന്നായിട്ട് കല്ലാണ് കേട്ടോ മണ്ണിനെക്കാളും കൂടുതൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഇതാ വീണ്ടും ഒരു ഒട്ടി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടി നമുക്ക് എന്തായാലും അവിടെ കൊണ്ടിടാം. ഈ ഒരു മണ്ണും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇടയിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കല്ലൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. കല്ല് മാത്രം എടുക്കും കേട്ടോ. മണ്ണിങ്ങനെ മാറ്റുന്ന സമയത്ത് ഇടയിൽ നമുക്കിതാ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണിരേനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സൈസുള്ള മണ്ണിരയാണ്. കല്ല് മാത്രം മതി കേട്ടോ. മണ്ണ് അവിടെ കിടക്കട്ടെ. അയ്യോ വീണോ? ഇല്ല, ഒന്നുമല്ല അല്ലേ. അത് ആ കല്ലെടുക്ക് പിന്നെ, ആ കല്ലെടുക്ക്. മാക്സിമം നമ്മുടെ കണ്ണിൽ പെട്ടതൊക്കെ നമ്മൾ കളഞ്ഞിട്ടാട്ടോ വന്നത്. എന്നാലും ഇടയിൽ ചിലതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഒന്ന് പൊടിക്കണം. അതായത് കട്ടയായിട്ടുള്ള മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് എല്ലാം ഒരേ ലെവലിലാക്കി വിടാം. അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മണ്ണിലുള്ള വലിയ വലിയ കട്ടകളും തരികളും എല്ലാം മാറ്റി മണ്ണതാ അത്യാവശ്യം നല്ല നൈസ് പൊടി പോലെ എല്ലാം ഒരേ ലെവലിൽ വരുന്ന പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സഹായം കൂടെ തന്നെ ഇടും. പിന്നെ മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരട്ടി സന്തോഷം കിട്ടുന്നൊരു പരിപാടി കൂടിയാണ്. അതുകൊണ്ട് ഇതാ കൈ രണ്ടും ഇട്ടിട്ടാട്ടോ ആളുടെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു. പോന്നാ ഇനി ഉണ്ടോ? ഇല്ല, അമ്മ എല്ലാം മാറ്റി. ഇനി അതുകൊണ്ട് കളഞ്ഞിട്ട് വരാം. ഈ കട്ടയോ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണേ. കട്ടയും തരികളെല്ലാം മാറ്റി മണ്ണ് തയ്യൊരു ലെവലിലാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്നത് നമ്മുടെ മണ്ണിനെ നോക്കി ഇടയിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മളിതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നിടത്ത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല അടിപൊളി വളക്കൂറുള്ള മണ്ണാണെന്നാണല്ലോ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇതാ ഒത്തിരി ഉണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ട്. നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ബാക്കി പണി തുടങ്ങാമെന്ന് പറഞ്ഞെങ്കിൽ ഇതാ ഈ ഒരു ആശാൻ ഇതുപോലെ ഓടിച്ചാടി കളിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ പണി പ്രോപ്പറായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ആശാൻ ആദ്യം ഒന്ന് കൂട്ടി കയറട്ടെ, അതിനുശേഷം നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാം. നമ്മുടെ മണ്ണെല്ലാം നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് കട്ടകളെല്ലാം മാറ്റി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വേണ്ട ബാക്കി ഐറ്റംസ് കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കുറേ പേർക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ സംഭവം കണ്ടപ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ വേറെ ഒന്നുമല്ല ഗൈസ്, അപ്പോൾ നമ്മുടെ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ മണ്ണിന് ശേഷം പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാ നമ്മുടെ ചാണകപ്പൊടി ആട്ടോ. അപ്പോൾ ചെറിയൊരു നനവോട് കൂടി ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ആട്ടുംകാട്ടും കൂടി മിക്സ്ഡ് ആട്ടോ. അപ്പോൾ ഇതിലും കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു കട്ടകളൊക്കെ പൊടിച്ച് നമുക്ക് ഈ ഒരു മണ്ണിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ച് നൈസാക്കാണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്ഥിരം നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തൊരു ഐറ്റം ആട്ടോ. നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ നല്ല വെറ്റ് കണ്ടൻറ്റുള്ളൊരു വേപ്പിൻ പിണ്ണാക്കിനെയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കൈ എടുക്കുമ്പോൾ തന്നെ ഒരു വെറ്റ് കണ്ടൻറ്റ് നല്ല അടിപൊളിയായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പിഴിയുമ്പോൾ തന്നെ നമുക്കൊരു വാട്ട് നമ്മുടെ കയ്യിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നത് അത്രയും നല്ല അടിപൊളി സംഭവമായിട്ട് ഈ ഒരു വേപ്പിൻ പിണ്ണാക്കും. പിന്നെ എൻ്റെ കയ്യിൽ ചകിരിച്ചോറ് കുറച്ചേ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു മണ്ണുമായിട്ട് ഓൾറെഡി മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സംഭവം നമ്മൾ വാങ്ങിച്ചത് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ കുറച്ച് ചകിരിച്ചോറ് എന്തായാലും വാങ്ങിക്കണം. കാരണം നമ്മുടെ ഇവിടെ ഗാർഡനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാട്ടോ ചകിരിച്ചോറ്. അപ്പോൾ എന്തായാലും ചകിരിച്ചോറ് കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് എല്ലാം കൂടി മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തെന്ന് പറയുമ്പോൾ ഒരു കട്ടയായിട്ടുള്ള നമ്മുടെ ഈ ഒരു ആട്ടുംകാശ് ആട്ടുംകാശ് അതേപോലെ തന്നെ ചാണകപ്പൊടി ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി മിക്സാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് നൈസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. കാരണം ഒരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ നോക്കി വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ കുറച്ച് നേരം ഈ ഒരു സൗണ്ട് ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട്. പക്ഷെ നോക്കി ഒരു രക്ഷയില്ല കേട്ടോ.
ഈ ഒരു ഭാഗത്തിനാണേ നമ്മുടെ സ്ഥിരം ആയിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ സൗണ്ട്. അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒരു തണുത്തൊരു അന്തരീക്ഷമാണ്. ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെയാണ് ഇവരിങ്ങനെ ഇതേപോലെ വരാറ്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത്യാവശ്യം വോയിസിലാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മുടെ വീഡിയോ കളിക്കുന്ന ടൈമിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക്. നമ്മുടെ ചീടും അതുപോലെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കിളികളുടെ സൗണ്ട് കുറച്ച് കുറവുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ടാ നമ്മുടെ ചീവീട് നോക്കി കൈ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ, അടിയിലേക്ക് നന്നായിട്ട് പൊടിയാണ്. ഇതിപ്പോൾ ഇത്രയും വേണ്ട കേട്ടോ, ഞാനിപ്പോൾ നമുക്ക് വേണ്ടൊരു അളവിലെടുക്കുന്നേ ഉള്ളൂ. എന്തെടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പൊടിച്ച് നല്ല നൈസാക്കണ്ട, അല്ലാതെ അതിൽ നിന്ന് കട്ടയായിട്ട് നമ്മളിപ്പോൾ ഒരു ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ തന്നെ നമ്മുടെ ആട്ടിൻകാശ് ഇതൊക്കെ നമ്മൾ ചെടികളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ വേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫോം ചെയ്യാനും അതുപോലെ തന്നെ അടിയിൽ നിന്ന് മുളകളൊക്കെ നന്നായിട്ട് പൊട്ടി മുളയ്ക്കാനൊക്കെ നല്ല അടിപൊളിയാണ്, നല്ലൊരു ഗുണം ചെയ്യുന്ന കേട്ടോ. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിന്, അതായത് പൊടിക്കാതെ ഇങ്ങനെ കട്ടയായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു ഗുണം അതിൽ കിട്ടാനില്ല. അപ്പം അങ്ങനെ അവിടെ കിടക്കും, കാലങ്ങളോളം അങ്ങനെ കിടക്കുന്നല്ലാതെ അതിങ്ങനെ വേര് വലിച്ചെടുക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ നമ്മളിതുപോലെ നൈസായിട്ട് പൊടി ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പെട്ടെന്ന് തന്നെ വേര് വലിച്ചെടുത്തോളൂ. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ളൊരു അളവ് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ചിട്ട് എടുക്കാം കേട്ടോ. കയ്യിലങ്ങനെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല, അത്രയും ഒരു വെച്ചൊന്നുമല്ല, എന്നാൽ നനവുമാണ് ആ ഒരു രീതിയിലാട്ടത് ഉള്ളത്. ഇതൊക്കെ നമ്മുടെ ഏലത്തിനും അതുപോലെ തന്നെ കുരുമുളക് അങ്ങനെ നമ്മുടെ കൃഷിയിലേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് കുറച്ച് എടുക്കാറുണ്ട്. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മളിതിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചിട്ടിരിക്കുകയാണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ചേർക്കാനുള്ളതാ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. നല്ലൊരു മണമാക്കി ഈ ഒരു വേപ്പിൻ പിണ്ണാക്കിൻ്റെ, കാരണം ക്വാളിറ്റി ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അതിൻ്റെ മണവും അതുപോലെ തന്നെ കയ്യിലെടുക്കുമ്പോൾ അവർ വെക്കണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നോക്കി ഇതിങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം നന്നായിട്ടുള്ളതുകൊണ്ട് നോക്കി ജസ്റ്റ് കൈ വെച്ച് താക്കുമ്പോഴത്തേനും പൊടിയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. നോക്കി പെട്ടെന്ന് നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലെടുത്തിരിക്കുന്നത് നമ്മുടെ ഏലത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വരണ്ടി കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സാണ് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ പോട്ടി മിക്സ് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു പോട്ടാട്ട് എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ അളവ് വേണ്ട പോട്ടി മിക്സ്, എന്നാലും ഇത് ഓൾമോസ്റ്റ് ഒന്ന് ഫില്ലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ മണ്ണും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അളവിനാവശ്യമായിട്ടുള്ള മണ്ണും ആട്ടിൻകാഷ്ടം ചാണകപ്പൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ചകിരിച്ചോറ് അതെല്ലാം ഇട്ടതിന് ശേഷം ഇതേപോലെ നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യേണ്ടത്. കാരണം ആ ഒരു കണ്ടന്റ് എല്ലാവരും ഒരേപോലെ എത്തണമല്ലോ. അപ്പോൾ അതിനേറ്റവും അടിപൊളിയായിട്ട് ഈ ഒരു വരണ്ടി ചാണകപ്പൊടി കൂടി മിക്സാക്കി നമ്മൾ എടുത്തതിൽ ഇത്രയും ഇനി ബാലൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് നൈസായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നോക്കി ഒരു ബക്കറ്റോളം നമ്മൾ എടുത്താൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉള്ളതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തുള്ളത്. ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രാണികളൊക്കെ വന്നിരിക്കും, അല്ല കെമിക്കലൊക്കെ ആഡ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രാണികൾ വന്നിരിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. നന്നായിട്ട് ബലം കൊടുത്ത് ആ പൊടിക്കാനുള്ളതെല്ലാം പൊടിച്ച് ഒരേ ലെവലിൽ ഇതാ ആക്കിയതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പോട്ടിങ്സ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും കട്ടയോ തരികളോ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് പൊടിച്ച് എല്ലാം ഒരേ ലെവലിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അല്ലാതെ ഒരു കണ്ടൻറ്റ് ഒരേപോലെ എല്ലാവരും എത്തിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നട്ടു കൊടുക്കുന്നതുകൊണ്ട് വലിയ യൂസ് ഇല്ലാതായിപ്പോയിട്ടുണ്ട്. അത് മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് ഏത് ചെടി നടാനാണ്, അതുപോലെ തന്നെ പുതിയ പ്ലാന്റ് ആണോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പ്ലാന്റ് ആണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരമൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട്, അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതായത് നമ്മുടെ പോട്ടി മിക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഓരോരോ തിരക്കിൽ പെട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടൈമിൽ എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പോൾ എന്താണ് പോട്ടി മിക്സ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പൊടിയായിട്ട് നൈസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലൊരു 4 പോട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ അടുത്ത് നഴ്സറിയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ്.
നല്ല ക്വാളിറ്റി ഉള്ള പോട്ടാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, അതേപോലെ നല്ല സൈസും ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലാന്റൊക്കെ നടാൻ വേണ്ടി അത്യാവശ്യം സൈസുള്ള പോട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സൈസുള്ള പോട്ട് തന്നെ എടുത്തിട്ടുള്ളത്. ഈ മെറ്റീരിയൽ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീണാതൊന്നും അങ്ങനെ പൊട്ടിയൊന്നും പോയില്ല. പിന്നെ അങ്ങനെ വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാത്രമല്ല നമ്മളിങ്ങനെ പോട്ടിലൊക്കെ ഇതുപോലെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ അത് ചെടിയെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെ വീഴില്ല, എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇപ്പോൾ അല്ലാതെ നമ്മൾ ചെടിയൊക്കെ നടുന്നതിന് മുന്നിൽ ജസ്റ്റ് ഒന്ന് വീണാപ്പോലും അങ്ങനെ പൊട്ടില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല അടിയൊക്കെയായാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു പോട്ട് നോക്കിയാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ സൈസ് ഇത്രയും സൈസുള്ളതാണ് കേട്ടോ. നമ്മൾ പോട്ടിങ്സ് കുറച്ച് അധികം ഉണ്ടാക്കിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പോട്ട് നടാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്താൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ചെയ്താൽ ഓൾറെഡി ഞാൻ നട്ടിട്ടുള്ളൊരു പ്ലാന്റാട്ടോ. ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് ഓൾറെഡി നട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ശോകകരാട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുത്തതൊക്കെ നമ്മളിപ്പോൾ വേറെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പറിച്ച് മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് സേഫായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഫുള്ളായിട്ട് നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കുറച്ചൊരു ശോകാവസ്ഥയിലായിട്ട് നോക്കി ഇതിൻ്റെ ഒരു വേര് ഫുള്ളായിട്ട് മണ്ണിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ചാടിയിട്ട്, അതുപോലെ തന്നെ ഇത് നിറച്ച് വേരാട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ നട്ടുകൊടുത്തൊരു ഗ്രോ ബാഗിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ മാറ്റി കൊടുക്കേണ്ട ഒരു ടൈമായിട്ട്. അപ്പോൾ എന്നാലും നമുക്കിതൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോട്ടിംഗ് മിക്സറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോക്കി ഈ ഒരു ഭാഗമൊക്കെ ഇതാ കുറേ കീറിയിട്ടുണ്ട്, കുറേ കാലപ്പഴം, ഒരുപാട് വർഷം, എനിക്ക് തോന്നുന്നു 4 വർഷമൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നട്ടു കൊടുത്തിരുന്ന ഒരുപാട് തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുത്തപ്പോൾ അതേപോലെ നോക്കിയാൽ താഴെ കൂടെ ചെറിയ ചെറിയ തൈകൾ വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡ് കളറിലുള്ളതാണേ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കവർ ചെയ്തൊന്ന് മാറ്റട്ടെ. ഈ ഒരു അവസ്ഥയിലാട്ടോ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ അവസ്ഥ. അതേപോലെ നോക്കി വേരുകളെല്ലാം മണ്ണിൽ നിന്ന് ഇങ്ങനെ മേളിലേക്കാട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മണ്ണിൽ നിന്ന് മേളിലേക്ക് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കാനായാലും അതുപോലെ തന്നെ ചെടിയുടെ കരുത്തും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കറക്റ്റ് മാറ്റി നടാനുള്ളൊരു ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നല്ല സേഫായിട്ട് തന്നെ മാറ്റി ഈ ഓരോ പോട്ടുകളിലായിട്ട് നട്ടു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇതായി ഒരു ഭാഗത്ത് നട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് പുതുതായിട്ട് നമുക്ക് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കാലമൊന്നും ആയിട്ടപ്പോൾ എന്നാലും നമുക്ക് ഈ ഒരു പോട്ടിൽ തന്നെ നട്ടു കൊടുക്കാം. പിന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ ആയാലും നല്ല അതിനെ ചകിരിച്ചോറ് കിട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇത്രയും വർഷം ഇത് നിന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും. വളങ്ങളായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും, പിന്നെ മണ്ണും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എന്നാലും ഇത്രയും കാലമൊക്കെ ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടും ആശാൻ. അപ്പോൾ ഇനി നമ്മളിതിനെ നല്ല കരുത്തോടെ വളരണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നടേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണിതാ വേരുകൾക്കൊന്നും നാശം വരാത്ത രീതിയിൽ നമ്മളിതാ ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നമ്മൾ ഒരു ചെടി നടുന്ന ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തതിന് മണ്ണും കാര്യങ്ങളൊക്കെ അതൊന്നും മാറ്റിയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു അടിയിലുള്ള കുറച്ച് മണ്ണും ആ ഒരു വേരുകളും മാത്രമായിട്ട് അടിയിൽ ചെടി ഇട്ട് നിൽക്കുന്നത്. കാരണം ആ ഒരു മണ്ണ് എന്ന് പറയുമ്പോൾ ഇത്രയും കാലത്തിൽ കിടന്നാളോ അതുകൊണ്ട് തന്നെ വലിയ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ച് പോയ നമ്മുടെ കുട്ടിക്കുരുമ്പി ഇതാ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗൈസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വളങ്ങളൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മണ്ണിരകൾ ഞാൻ ഇതിൻ്റെ ഇടയിലും കണ്ടുവിട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണ്, 2 ഇട്ടു ഇതിൻ്റെ ഇടയിലും. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലായാലും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള അതേപോലെ തന്നെ നമ്മുടെ കർഷകൻ്റെ മിത്രത്തെ നമുക്ക് അവിടെയും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വേരുകളുടെ ഒരു വലിയ ശൃംഖല തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കുള്ളത്. നോക്കി നന്നായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് നോക്കി കട്ടിയുള്ള വേരും അടിയിലേക്ക് നന്നായിട്ട് സ്പ്രെഡായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു നട്ടുകൊടുത്തുള്ള ഒരു ഗ്രോ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂടുതൽ ഒരു 4 വർഷത്തിലൊന്നും പോകരുത്. അതിന് മുന്നായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വീണ്ടും ഈ ഒരു പ്ലാന്റിന് നന്നായിട്ട് തന്നെ റീപ്ലാന്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ടൈമിൽ ഇതേപോലെ മാറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് ഇനിയും അടുത്ത പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഇതിന് നമുക്ക് പോട്ടിൽ നന്നായിട്ട് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പോട്ടി മിക്സർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പോട്ടി മിക്സർ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. എന്താ അവണിക്കുട്ടി പറയണേ? പിന്നെ ചകിരിച്ചോറ് നമ്മളെപ്പോഴും ഇതേപോലെ നമ്മുടെ ഈ ഒരു ആന്തൂറിയം പോലുള്ള പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഈ ആന്തൂറിയത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് വളരെ അത്യാവശ്യം. അപ്പോൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ നനച്ചുകൂടി കൊടുക്കുമ്പോൾ നല്ലൊരു ഈർപ്പത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. നമ്മുടെ പോട്ടി മിക്സറൊക്കെ ഇതേപോലെ നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അവിടെ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചിരട്ട വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കോരി ഒരു 3/4 ഭാഗത്തോളം മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഈ സമയത്ത് നമ്മളൊരു 3/4 ഭാഗത്തിൻ്റെ കുറച്ച് കുറവാട്ടോ ഇത്. അപ്പോൾ അത് വേറെ നമുക്ക് പ്ലാന്റ് ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് മേളിൽ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്.
നമ്മളിതാ ഈ ഒരു ലെവലിൽ നമ്മളിപ്പോൾ മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കൂടെ ഉണ്ട്. അതാ പോട്ടി മിക്സറൊക്കെ നിറച്ച് നമ്മുടെ പോട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു ആന്തൂരിയാണോ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ആന്തൂര്യത്തിന് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നോക്കി പൂവൊക്കെ ഉണ്ടായിട്ട് ആ പൂവൊക്കെ നാശമായിട്ട് പോയ ആ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ആ ഒരു ചെടിയുടെ തണ്ടിലേക്കൊന്നും തട്ടാത്ത രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇത് നോക്കി ഒരുപാട് വേരുകളല്ല, ചെറുതും വലുതായിട്ട് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വേരൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് അടിഭാഗം കുറച്ച് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് മാറ്റാം കേട്ടോ, കാരണം ഒത്തിരി ഉണ്ട് കേട്ടോ വേര്. ഇതൊരു പോട്ടിലേക്ക് നമ്മളിപ്പോൾ പോട്ടിംഗ് മിക്സറൊന്നും ഇടാത്തൊരു പോട്ടാട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വേര് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കി ഒന്ന് നടാൻ വേണ്ടിയിട്ടുള്ളൊരു ലെവലാക്കി മാറ്റുന്നതിലൂടെ നമുക്ക് ഈ ഒരു ചെടി നാശമായി പോവുക അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേര് കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ഈ ഒരു ആന്തൂര്യത്തിൻ്റെ കേസിൽ. വേരെല്ലാം കട്ട് ചെയ്ത് ഒതുക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് പുതിയൊരു തൈ നടുന്ന ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഒരുപാട് കാലപ്പഴക്കം ചെന്ന വേരുകളാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു വേരുകളൊക്കെ മാറ്റിയിട്ട് പുതിയ വേര് വരുന്നതാണല്ലോ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലപ്പഴക്കം ചെന്ന വലിയ വലിയ വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ദൂരത്തിൽ ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി ഈ ഒരു ലെവലിൽ എടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ലീഫും കൂടി കട്ട് ചെയ്ത് മാറ്റണം, കാരണം ഇതും കുറച്ച് നാശമായിട്ടുണ്ട്. പിന്നെ ഈ ആന്തൂര്യത്തിൻ്റെ ലീഫ് അതേപോലെ ഒരു പൂക്കളൊക്കെ കണ്ടിട്ടാണല്ലോ എല്ലാവരും ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ആകർഷിക്കുന്നത്. അപ്പോൾ ആ ഒരു പൂവൊക്കെ ആയാലും അത്യാവശ്യം നല്ല സൈസുള്ള പൂവാണ്, പിന്നെ നല്ല കട്ടിയായിട്ട് ഒരു ഫ്ലവറിന്. പിന്നെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാളുണ്ടാവും കൂടി ചെയ്യും. അപ്പോൾ ആ വേരും അതുപോലെ തന്നെ വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇലയൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയും വേസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് റീപ്ലാന്റ് ചെയ്യുന്നൊരു ടൈമിൽ നമ്മൾ ഇത്രയും ഭാഗമാണെന്ന് ഒഴിവാക്കിയുള്ളത്. അങ്ങനെ എല്ലാം ഒഴിവാക്കിയത് നമ്മുടെ ആന്തൂര്യം നോക്കി ഒരു പുതിയൊരു പ്ലാന്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാലാന്നുണ്ടെങ്കിൽ പുതിയൊരു പ്ലാന്റ് നമുക്ക് നട്ടുകൊടുക്കുന്ന ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് കാലപ്പഴക്കമുള്ളൊരു പ്ലാന്റ് ആണെങ്കിൽ നോക്കി ഇത് കാണുമ്പോൾ നമുക്ക് അത്രയും കാലപ്പഴക്കം നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല അല്ലേ. കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തപ്പോൾ ഒരു പുതിയ പ്ലാന്റിൻ്റെ ആ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി നമ്മൾ കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ്റും അതുപോലെ നമ്മുടെ ഒരു വളങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതിൽ നമുക്ക് വീണ്ടും ഒരുപാട് തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നോക്കി ഈ ഒരു ഭാഗത്തേക്ക് കൂടി കേട്ടോ ഇതിൻ്റെ പുതിയ പുതിയ ചെറിയ തൈകളൊക്കെ ഇങ്ങനെ മുളച്ച് വരാറുള്ള. അപ്പം എന്നാലും ഇവിടെ ചെറിയൊരു ആശം മുളച്ച് വരുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് ഇതേപോലെ തന്നെ ചെറിയൊരു പോട്ടിലൊക്കെ ആക്കി വെച്ചാൽ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് അങ്ങനെ പറിച്ച് നടാനൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ഈ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗത്തിൻ്റെ കുറച്ച് അടുത്തായിട്ട് നമ്മൾ മണ്ണൊക്കെ അതായത് നമ്മുടെ പോട്ടി മിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു വരണ്ടി വെച്ച് തന്നെ ചെറിയൊരു കുഴി എടുക്കാം. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ആന്തൂരി ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണ്ട നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബാലൻസ് ഉള്ള പോട്ടി മിക്സർ നമുക്കിതാ ഒരു 3/4 ഭാഗം ആവുന്ന രീതിയിൽ നമുക്ക് എല്ലാ സൈഡിൽ കൂടിയും നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു പഴയ വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് അടിയിലേക്ക് വേരൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വന്നോളും. എപ്പോഴും നമ്മളിതുപോലെ റീപ്ലാന്റ് ചെയ്യുന്ന ടൈമിൽ ആന്തൂര്യത്തിൻ്റെ കേസിൽ എന്തായാലും നമ്മൾ ആ ഒരു പഴയ വേരുകളൊക്കെ മാറ്റിയതിന് ശേഷം വേണം നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആ ഒരു വേര് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ ഇത്രയും വർഷം ചെന്നോളൂ. ഇനി നമുക്കിന്ന് പുതിയ നാല് വേരൊക്കെ വന്നതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് മാറിക്കോളും. നമുക്കൊരു 2 ചിരട്ടി കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും 3/4 ഭാഗമാവും. ഇതാ ഗൈസ് നമ്മുടെ ആന്തൂര്യം റീപ്ലാന്റ് ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോട്ടിലേക്ക് ഇതാ 3/4 ഭാഗത്തോളം നമ്മൾ നന്നായിട്ട് പോട്ടി മിക്സറൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇതാ നോക്കി കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ആന്തൂര്യത്തിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അല്ലാതെ നമുക്കിതിപ്പോൾ നമ്മുടെ വരാന്തകളിൽ അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ആയാലും അതുപോലെ തന്നെ പുറത്തൊക്കെ ആയാലും വെച്ച് കൊടുക്കാനൊക്കെ നല്ല ബെസ്റ്റായിട്ടൊരു പ്ലാന്റ് തന്നെയാണ്. ഒരു വേരുകൾ ഫുള്ളായിട്ട് മണ്ണിലേക്ക് മൂടത്തക്ക രീതിയിലാട്ടോ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ നല്ല പണിയിലാട്ടോ. അടുത്ത പോട്ടിൽ ഇതാ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി നമുക്ക് പ്ലാന്റ് നടാനുള്ള ആൾക്കറിയാം. അപ്പോൾ കാര്യമായിട്ട് ചിരട്ടയൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സർ ഇതാ നിറയ്ക്കുന്ന തിരക്കിലാട്ടോ അവള്.
എന്നാലും ആന്തൂറിയും ഇങ്ങനെ ഇരിക്കട്ടെ, കാരണം ഇത് നമ്മൾ അടിപൊളിയായിട്ട് നട്ടു കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കട്ടെ. അപ്പോൾ ബാക്കി കുറച്ചുകൂടി പോട്ടുകളും ഉണ്ട്, അതേപോലെ തന്നെ പോട്ടി മിക്സിൽ കുറച്ച് അധികം എടുക്കാൻ കാരണം വേറെ നല്ലതാണ്. നമുക്ക് കുറച്ചുകൂടി ഇതേപോലെ റീപ്ലാന്റ് ചെയ്യാൻ ഭാഗമായിട്ട് കുറച്ച് പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു ടൈമായിട്ട്, അപ്പോൾ ഇനി അതുകൂടി ഒന്ന്